ഭയങ്കര അപമാനിച്ചുകൊണ്ട് ഞാൻ ഏതോ ബാറിന്റെ ഉദ്ഘാടനത്തിന് ഒന്നും അല്ല പോയത്. ബാറിന്റെ ഉദ്ഘാടനത്തിന് പോകുന്ന വ്യക്തിയുമല്ല ഞാൻ. ആ കാശും എനിക്കൊണ്ട് വേണ്ട. എന്റെ കസിൻ സിസ്റ്റർ, എന്റെ ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്റർ സ്മിത ചേച്ചി ഓർഗനൈസ് ചെയ്ത ഒരു പ്രോഗ്രാമിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള 250 സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് ഞാനും ആർട്ടിസ്റ്റും പോയത്. ഇതല്ലാതെ ഞാൻ മദ്യപിക്കുകയോ ഞാൻ ബോധം കെടുകയോ ഞാൻ ഡാൻസ് ചെയ്യുകയോ ഞാൻ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ അവർ കാണിക്കട്ടെ. യൂട്യൂബേഴ്സിനാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കാണിക്കട്ടെ. കാണിക്കാൻ ആർക്കും പറ്റിയിട്ടില്ലല്ലോ. ഈ നിമിഷം വരെ ഇത്രയും അലിഗേഷൻസ് പറയുമ്പോൾ കാണിക്കാനായിട്ട് പറ്റിയില്ല. ഡിലീറ്റ് ചെയ്തതിന്റെ അഹങ്കാരമല്ലേ ആ മ്യൂസിക് ചെയ്യുന്ന അവനെ കൊണ്ട്. നമ്മൾ ഇതൊക്കെ അറിഞ്ഞ്. എന്റെ പേര് ശിവദാസൻ എന്നാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ മേലാറ്റൂർ സ്വദേശിയാണ്. എന്റെ ജോലി എന്ന് പറയുന്നത് പത്ര ഏജൻസിയും അതുപോലെ ലക്ഷ്മി പ്രിയയുടെ കൂടെ ഒരു ചേച്ചി നടപ്പുണ്ട്. ആശ എന്നാണ് ചേച്ചിയുടെ പേര്. എന്തോ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഏതാണ്ട് ഗുണൻട്രൊക്കെയാണെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. നമ്മുടെ പ്രണവ് പ്രവീണിൻ്റെ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ആ സമയത്ത് ഈ ചേച്ചി ഇതുപോലെയുള്ള കുറച്ച് കുളിഷ്ട പരിപാടിയൊക്കെ ആയിട്ട് വന്ന അവസാനം 3G ആയിട്ട് പോയതാണ്. ഇനി നമുക്ക് സ്റ്റീഫൻ ദേവസിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ആ വോയിസിലോട്ടൊക്കെ ഒന്ന് പോകാം. അമ്മാ സംഘടനയുടെ മുൻ കമ്മിറ്റിക്കെതിരെ താനുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ വ്യക്തത വരുത്തി സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി ശ്വേതാ മേനോനടക്കം ആവശ്യപ്പെട്ട പ്രകാരം നടത്തിയ പരിപാടിക്കായി 13.5 ലക്ഷം രൂപയാണ് കമ്മിറ്റി തനിക്ക് കൈമാറിയത്. 2 ആഴ്ചത്തെ മുന്നൊരുക്കവും ടീമിന്റെ താമസ ചെലവും അടക്കമുള്ള മുഴുവൻ രേഖകളും അഡ്ഹോ കമ്മിറ്റിക്ക് പരിശോധനയ്ക്കായി നൽകിയെന്നും സ്റ്റീഫൻ പറഞ്ഞു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുൻ അംഗങ്ങൾ സാമ്പത്തിക തിരിമറി നടത്തിയതായി താൻ വിശ്വസിക്കുന്നില്ല എന്നും സ്റ്റീഫൻ ദേവസി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ശ്വേതാ മേനോൻ അധ്യക്ഷയായിട്ടുള്ള അമ്മാ സംഘടനയുടെ കമ്മിറ്റി പൂർണ്ണമായി ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. പക്ഷെ അവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും ഉയർന്നു കേട്ടിരുന്നു. അതെല്ലാം ഇപ്പോൾ അഡ്ഹോ കമ്മിറ്റി അന്വേഷിച്ചു വരികയാണ്. അതിനിടയിലാണ് സ്റ്റീഫൻ ദേവസിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കൂടി അമ്മാ സംഘടനയിൽ ഉടലെടുത്തത്. എല്ലാ കണക്കിലുണ്ട്. എനിക്ക് തന്ന പേയ്മെന്റ് എനിക്ക് തന്നെ വന്നു. വേറെ ആരും അതിലൊന്നും എടുത്തിട്ടൊന്നുമില്ല. അമ്മാ സംഘടനയ്ക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. ആ പേയ്മെന്റ് അദ്ദേഹത്തിന് തന്നെയാണ് വന്നത്. ഞങ്ങളും ഞങ്ങളുടെ വീഡിയോയിൽ അത് തന്നെ ചേട്ടാ പറഞ്ഞത്. ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളൊക്കെ ഈ ഒരു സംഘടനയിലുള്ള വ്യക്തികളല്ലേ? ആണോ അല്ലയോ? അപ്പോൾ പിന്നെ എന്തിനാ ചേട്ടാ ഈ പൈസയൊക്കെ മേടിക്കുന്നത്? അതുകൊണ്ട് 10 ആൾക്കാർക്കൊക്കെ മരുന്ന് കിട്ടിയ ഉപകാരമാകത്തില്ലേ? വേണ്ട, എന്തായാലും നിങ്ങളുടെ പാടായി. നമ്മളിതൊന്നും പറയുന്നില്ലേ. ചേട്ടൻ്റെ ഭാവങ്ങളൊക്കെ ഭാവം ക്ലിയർ ആക്കിയിട്ട് പൊക്കോ. ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് കുറച്ചതാണ്. ആക്ച്വലി ശ്വേത പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ച്, അല്ലെങ്കിൽ ഞാൻ കുറയ്ക്കില്ല. സാധാരണ കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഫുൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എൻ്റെ ഒരു പേയ്മെന്റ് ഉണ്ട്. പിന്നെ ഞാൻ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, ഒരു 10-12 പേരാണ്. അത് പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്, ഷൂട്ടിന്റെ അന്നുള്ള പെർഫോമൻസ്, അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ, അത് മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിനാണ്. കുറെ പേർക്ക് അത് ഷെയർ ചെയ്തിട്ടാണ് പോകുന്നത്. ആരും അതൊന്നും ഒരു കട്ടും എടുത്തിട്ടില്ല, ഒരു കമ്മീഷനോ വാങ്ങിയിട്ടില്ല. സ്റ്റീഫൻ ഒരുപക്ഷെ ഫ്രീ ആയിട്ട് വരുമായിരുന്നു. അപ്പൊ 13 ലക്ഷം രൂപയുടെ പേയ്മെന്റ് എന്നുള്ളത് അത് അധികമായി കാണിച്ചതാണെന്നൊരു ആരോപണമാണ് ഈ കമ്മിറ്റിക്കെതിരെ ഉയരുന്നത്. ഞാനിത് ഫ്രീ ആയിട്ട് പോവാം. അന്ന് അവിടെ ചെന്ന് അവർക്ക് വേണ്ടി 2 പാട്ട് വായിക്കുകയാണെങ്കിൽ, ഇത് ഞാനൊരു 2 ആഴ്ച മുന്നേ തുടങ്ങിയ ജോലിയാ. ഞാൻ എന്റെ ഉപജീവനത്തല്ലേ. അപ്പോ അതിനൊരു ഫീസ് ഉണ്ട്. കൈലാഷൊക്കെ ബന്ധപ്പെട്ടിരുന്നു, അതിനൊരു പേയ്മെന്റിൽ ഒരു ഫോർജറി നടന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ കേൾക്കുന്നത്. അതിനുശേഷം കൈലാഷിന്റെ അടുത്ത് സംസാരിച്ചിട്ട് പോലുമില്ല. സുഹൃത്ത് എന്നുള്ള രീതിയിൽ അവരൊക്കെ കയ്യിലാണെങ്കിലും ശ്വേത, ടീനി ഇവരെ ഓക്കെ എന്തെങ്കിലും ആട്ടെ, അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമല്ലേ, നമ്മളായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പം മെയിനായിട്ട് ഞാൻ സംസാരിക്കാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഒരു സ്ത്രീയാണ്, ഇവരുടെ ഒരു ബലത്തിലാണ് നമ്മുടെ യക്ഷിപ്രിയ ചേച്ചി ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു കോണ്ടന്റ് കറക്റ്റ് ഇതിൻ്റെ എക്സ്ക്ലൂസീവ് കൊണ്ടുവന്നത് യൂഷ്വൽ സൈക്കോ ആണ്. എല്ലാവർക്കും അറിയാലോ അദ്ദേഹമാണ് ഈ ഒരു വിഷയത്തിന് വേണ്ടി അനുസരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ തപ്പിപ്പിടിക്കാനും പലയിടത്തും, അതുപോലെ തന്നെ അതിലും നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ. പല ആൾക്കാരും ഇത് നിർത്തിയിട്ടുണ്ടെങ്കിലും നമ്മളിത് തുടരും. അപ്പോൾ ജസ്റ്റിസ് ഫോർ NCP എന്നിടാൻ മറക്കണ്ട. പിന്നെ ഈ പറയുന്ന യക്ഷിപ്രിയെ വെറുക്കുന്നവരൊന്ന് ലൈക്കും കൂടെ അടിച്ചോ, ഒരു ഹൈപ്പും കൂടെ കൊടുത്തോ, ഒന്ന് സന്തോഷത്തിന് വേണ്ടിയാണ്. ഓക്കെ, ഈ ചേച്ചിനെ കണ്ടല്ലോ എല്ലാവരും. ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോം. ഓക്കെ, ഇതാണ് ആ ചേച്ചി. എൻ്റെ പൊന്നു പൂക്കി CMA, നിങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടോ? നാളെ വല്ലാം വിവാദമായി കഴിഞ്ഞാൽ തൂക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ചേച്ചി. ഓക്കെ, ഈ ചേച്ചിയെ പറ്റിയിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ. നമുക്കെന്തായാലും ആ ഒരു കാര്യം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നിങ്ങളൊന്ന് ആലോചിക്കണം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ
ഈ പറയുന്ന അൻസിബ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു ടീമിനെ വീണ്ടും അവർ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അതുപോലെ തന്നെ വീണ്ടും ഒരു വിഷയം വരും. അതിൻ്റെ താഴെ അൻസിബ വധിക്കാനാണ് ശ്രമം. അപ്പം നമ്മൾ പറഞ്ഞ് ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല, ഇനിയും വരും. അഡ്വാൻസ് ആയിട്ടൊക്കെ പറഞ്ഞു വെക്കുക. എന്തായാലും ആ ചേച്ചിയെക്കുറിച്ചുള്ള വോയിസ് ഒക്കെ നിങ്ങളൊന്ന് കേട്ടിട്ട് വാ. എൻ്റെ പേര് ശിവദാസൻ എന്നാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ മേലാറ്റൂർ സ്വദേശിയാണ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് പത്ര ഏജൻസിയും അതുപോലെ തന്നെ കല്യാണങ്ങളുടെ ഡെക്കറേഷൻ്റെ വർക്കൊക്കെയാണ്. പൊതു പ്രവർത്തന രംഗത്ത് പരിസ്ഥിതി പുഴ സംരക്ഷണം, അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചു പോകുന്ന ഒരാളും കൂടിയാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊരു വാർത്ത കാണേണ്ടതായി. ഈ ലക്ഷ്മിപ്രിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ആശ തൃപ്പൂണിത്തറ എന്ന വ്യക്തിയും കൂടി ആ പേജിൽ എഴുതി കണ്ടു. ഈ ആശ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കയ്യിൽ നിന്നും ബഹ്റൈനിൽ അവരുടെ കസിൻ്റെ കെയർ ഓഫിൽ ബഹ്റൈൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വിസ നൽകാമെന്ന് പറഞ്ഞ് 4,60,000 രൂപ തട്ടിയെടുത്ത വ്യക്തിയാണ്. മാത്രമല്ല, എമർജൻസി ആയിട്ട് പോകണമെന്ന് പറഞ്ഞ് പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എൻ്റെ മകനെ റിസൈൻ ചെയ്യിക്കുകയും അവസാനം ഇവിടെ ജോലിയുമില്ല, വിദേശത്ത് പോവുകയും ചെയ്തില്ല. നമ്മുടെ 4,60,000 രൂപ നഷ്ടപ്പെട്ട് കിടക്കുന്നൊരവസ്ഥയിലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും അതിൽ FIR ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ സുഹൃത്തായിട്ടുള്ള വിഷ്ണു എന്ന വ്യക്തിയിൽ നിന്നും 1,50,000 രൂപയും ഇവർ തട്ടിയെടുത്തിട്ടുണ്ട്. അതിലും FIR ഉണ്ട്. മണ്ണാർക്കാട് സ്റ്റേഷനിൽ FIR ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനം ഞാൻ എറണാകുളത്ത് വെച്ച് നടത്തുകയും ആ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് ഒരുപാട് ആളുകൾ നമ്മളെ ബന്ധപ്പെടുന്നത്. ഇവരാരും പരാതികൾ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ചില പരാതികൾ കൊടുത്തത് പോലീസ് സ്റ്റേഷനിലും മറ്റ് സ്ഥലങ്ങളിലും ഒത്തുതീർപ്പാക്കി വിടുന്ന ഒരവസ്ഥയാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളാണ് ആദ്യമായിട്ടൊരു കേസ് ഫയൽ ചെയ്ത് FIR ഇട്ട് രംഗത്ത് വന്നിട്ടുള്ളത്, ഞങ്ങളെയും കൂടി സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും നമ്മൾ ബന്ധപ്പെടുകയുണ്ടായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് പല വോയിസുകളും നമുക്ക് പല ആളുകളും അയച്ചു തന്നത്. ഈ പറയുന്ന ആശ അതീവ രഹസ്യമായിട്ടുള്ള FSLലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് കേസ് കാര്യങ്ങൾ സംസാരിക്കുന്നതും, അതുപോലെ തന്നെ KSFEയുടെ ഓഫീസിലേക്ക് വിളിച്ച് സംസാരിക്കുന്നതും അവരെ ഭീഷണിപ്പെടുത്തുന്നതുമായിട്ടുള്ള വോയിസ് റെക്കോർഡുകളൊക്കെ നമുക്ക് കിട്ടുന്നത്. അവിടെ നിന്നാണ് ഇത് ഈ ലക്ഷ്മിപ്രിയയുമായുള്ള ഒരു ചിട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഈ KSFEയിലേക്ക് ഇവർ വിളിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും, അന്ന് ഞാൻ ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയയുമായിട്ട് ഫോണിൽ സംസാരിച്ചു. ഒന്നുമല്ല, ഇവരൊരു തട്ടിപ്പുകാരിയാണ്, എന്നെയൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, ഇവർ പോലും പോയി ചാടരുത് എന്ന ഒരു ഇത് അറിയിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതായിരുന്നു. പക്ഷേ അന്ന് അവർ നമ്മളോട് നേരെ എതിർത്ത് സംസാരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ കുതന്ത്രങ്ങളെല്ലാം ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ തലയിൽ നിന്നും ഉദിച്ചു വന്നതാണ് എന്ന് നമ്മളൊക്കെ സംശയിക്കുകയാണ്. കാരണം എൻ്റെ പൊന്നെ ചേട്ടാ, നിങ്ങളുടെ സുഹൃത്തിനേക്കാളും വിഷമാണ് ഞങ്ങളുടെ എക്ചി പ്രിയ. ആ ചേട്ടൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങളുടെ കൊച്ചിനെ അത്ര കൊച്ചാക്കിയൊന്നും വെക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ രണ്ടും കൂടെ ചേർന്ന പിന്നെ
ഗുലാനും ആയിരിക്കും. പക്ഷെ ഞങ്ങളുടെ എച്ചിപ്രിയ ഒട്ടും മോശമൊന്നുമല്ല കേട്ടോ. ഓ, പല വീഡിയോകളിലും പല പോലീസ് ഓഫീസേഴ്സിൻ്റെ ഓഫീസുകളിൽ ചെന്ന് അവരോട് സംസാരിച്ച് പുറത്തിറങ്ങുന്നത് വീഡിയോ എടുത്ത് ചാനലുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ കണക്ഷൻ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അന്ന് ഞാൻ അതിനെ കണ്ടത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവരും ഇവരുടെ ചതിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. മാത്രമല്ല, ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമസഭാ സാമാജികരുടെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സെക്രട്ടേറിയറ്റിൽ കയറിക്കൂടുകയും വളരെ ചെറിയ സമയം കൊണ്ട് പ്രതിപക്ഷത്തുള്ള മുഴുവൻ ആളുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടും ഭരണപക്ഷത്തുള്ള ആളുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടും ഇതെല്ലാം ഫേസ്ബുക്കിൽ കൊടുന്ന് തള്ളുന്നൊരവസ്ഥയും കണ്ടു. ഇതെല്ലാം ഇവർ ചെയ്യുന്നത് ഇവർക്ക് തട്ടിപ്പുകൾ നടത്താൻ എനിക്ക് ഉന്നത ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ബന്ധമുണ്ട് എന്ന് മറ്റു ജനങ്ങളെ അറിയിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ചേട്ടാ ഉറപ്പായിട്ടും നമ്മൾ അവരെ വെറുതെ വിടില്ല. പിന്നെ അത്യാവശ്യം നമുക്ക് പാർട്ടിയിലാണെങ്കിൽ നമുക്ക് ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കൊണ്ട് പോയി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്യും. അത് വേറെ ഒരു കാര്യം. ഇപ്പോൾ VD സതീശൻ്റെ കൂടെ നിന്നെന്നും പറഞ്ഞു, ഇവരുടെ കൂടെ നിന്നും പറഞ്ഞ കാര്യമൊന്നുമല്ല. ആ ഒരു വ്യക്തിയെ നമ്മൾ ഊടായ്പാണെങ്കിൽ നമ്മളത് പുറത്ത് കൊണ്ടുവന്നിരിക്കും ചേട്ടാ. അത് വേറെ ഒരു കാര്യം. ആ ഒരു കാര്യത്തിൽ നമ്മൾ പിന്നോട്ടില്ല, ഉറപ്പായിട്ടും. ഇതെല്ലാം കണ്ടാൽ പൈസ നഷ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചതിക്കപ്പെട്ട ആളുകൾ ഇവരോടൊന്നും ഫൈറ്റിങ്ങിൽ പോവാതെ, കാരണം ഇവർക്കൊക്കെ വലിയ വലിയ ബന്ധങ്ങളുള്ളതാണ്, നമ്മളതിൻ്റെ പിന്നാലെ പോയി നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല എന്ന ധാരണ ഇന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല തട്ടിക്കൂട്ട് സംഘടനകളുടെയും അല്ലെങ്കിൽ ഇതുപോലെ തട്ടിപ്പുകൾ നടത്തുന്ന മനുഷ്യാവകാശ സംഘടനകളും അല്ലെങ്കിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്നുപോലുള്ള സംഘടനകളിൽ നിന്നെല്ലാം കാശ് കൊടുത്തും അല്ലെങ്കിൽ മറ്റു രീതിയിൽ സാധനങ്ങൾ കൊടുത്തൊക്കെ ഇവർ അവാർഡുകൾ വാങ്ങിക്കൂട്ടി ഇതെല്ലാം ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും പ്രദർശിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു രീതിയിലൂടെയാണ് ഇവരെല്ലാം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തട്ടിപ്പുകളെ കുറിച്ച് വിശദമായൊരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്. ഒട്ടേറെ തെളിവുകൾ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ആ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥരും ആവശ്യമെങ്കിൽ കോടതിയിലും സമീപിക്കാൻ ഒരുങ്ങുകയാണ്. സമൂഹത്തിൽ ഒരുപാട് പാവപ്പെട്ട സ്ത്രീകൾ ഇവരുടെ ചതിയിൽപ്പെട്ടിട്ടുണ്ട്. ബ്ലാങ്ക് പേപ്പറിൽ കയ്യൊപ്പ് മേടിക്കുകയും അതുപോലെ തന്നെ ഓരോ ആളുകളെ അവരെ പറഞ്ഞു പറ്റിച്ച് പല രീതിയിലുള്ള ചൂഷണങ്ങൾ നടത്തിയതായിട്ടും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലും അതെല്ലാം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ കൂടി ആണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. കുറച്ച് കാലം മുമ്പ് നിങ്ങൾക്കറിയാം, യൂട്യൂബറായിട്ടുള്ള പ്രവീൺ പ്രണവ് വിഷയത്തിൽ ഇവർ ഇടപെട്ടുകൊണ്ട് കാട്ടിയ ചീറ്റിംഗ് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഒരു വീഡിയോ കാണാനിടയായി, ഒരു മുഖമറിച്ചൊരു സ്ത്രീയെ കൊണ്ടുവന്ന് ഇവളെ ഞാൻ എൻ്റെ മകളെ പോലെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് കൂട്ടുപിടിച്ച ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇന്ന് ആ കൂട്ടുപിടിച്ചപ്പെട്ട ആ സ്ത്രീ അല്ലെങ്കിൽ ആ പാവപ്പെട്ട പെൺകുട്ടി ഇന്ന് എവിടെയാണെന്നുള്ളത് ഒന്ന് അന്വേഷിച്ചാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഉണ്ട്, ഒരു സ്ത്രീയും അവരുടെ കുട്ടികളും മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവരെ ഞാൻ അഭയമന്ത്രത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വോയിസുകൾ ഗ്രൂപ്പുകളിൽ കെട്ടിയിരുന്നു. ആ പെൺകുട്ടി ഇന്ന് എവിടെയാണ് എന്നെല്ലാം നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതെല്ലാം ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് സത്യാവസ്ഥകൾ കണ്ടെത്തേണ്ടതുണ്ട്. നിയമാനുസരണം ആണോ ഇവരുടെ ഓഫീസ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് താഴെ പ്രവർത്തിക്കുന്നത്? ഇവരുടെ ഓഫീസിൽ നിന്നും ആളുകൾക്ക് വിളിക്കുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഓഫീസിൽ നിന്നാണ് എന്നാണ്
ഇവർ പറയുന്നത്. അത്തരം വോയിസ് റെക്കോർഡുകളും നമ്മുടെ കയ്യിലുണ്ട്. സത്യത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഓഫീസാണ്. ഇവർക്ക് ഗവൺമെന്റുമായി യാതൊരു ബന്ധവുമില്ല. ഇവർ പല വീഡിയോകളും പറയുന്നത് കാണാം, അത് ഞങ്ങളുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറയുന്നത് കാണാം. ഇവർക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? നാട്ടിൽ നടക്കുന്ന കേസുകളിൽ പോയി ഇടപെട്ടുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്താനും അല്ലെങ്കിൽ അതിൻ്റെ എതിർകക്ഷിയെ ഭീഷണിപ്പെടുത്താനൊക്കെ എന്ത് അധികാരമാണുള്ളത്? പോക്സോ കേസുകളിൽ പോയി ഇടപെടുക, എന്നിട്ട് ആദ്യം അവരെ കൂടെ നിന്ന് അവരെ അടുത്തു നിന്നുള്ള പരമാവധി വിവരങ്ങൾ എടുത്ത് എതിർ കക്ഷിയിലേക്ക് ചോർത്തി കൊടുക്കുക. ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം പരിപാടികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ മാരക വിഷം നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് നിയമ പോരാട്ടം നടത്തണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവര് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്ത് വന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട കുടുംബത്തെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവം വരെയുണ്ട്. അന്ന് അവർ വന്നിട്ടുള്ളത് മനുഷ്യാവകാശ കമ്മീഷന്റെ ജഡ്ജാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചെന്നത് എന്നുള്ളതാണ് ആ പരാതിക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അന്ന് ഇവര് അവിടെ ചെന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ പത്രത്തിൽ വാർത്തയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല വോയിസുകളിലും ഇവര് പറയുന്നത് കാണാം, ഞാൻ ഹൈക്കോടതി GP-യുടെ കൂടെ 7 വർഷം ജോലി ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് തെറ്റായിട്ടുള്ളൊരു വാർത്തയാണത്. അവിടെ ഏതാനും ദിവസങ്ങൾ അടിച്ചു വാരുന്ന ജോലിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം നിന്ന ഒരു വ്യക്തി ഒരു പ്രമുഖ അഭിഭാഷകനോട് വിളിച്ച് സംസാരിക്കുന്ന വോയിസിൽ പറയുന്നു, ഞാൻ 7 വർഷം ഹൈക്കോടതിയിലെ GP-യുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ മാത്രം കൈമുതലാക്കിയ, മനുഷ്യനെ എങ്ങനെ പറ്റിക്കാം എന്നുള്ളതിൽ ഡിഗ്രി എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ സുഹൃത്ത് എന്ന് പറയും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ആ ചേച്ചിയെക്കുറിച്ച് നല്ല ഇതാണ്, മതിപ്പാണ്. അവരാണ് സപ്പോർട്ടും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതി, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി അന്വേഷിക്കുന്നതായിരിക്കും. നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കുന്നതായിരിക്കും. പല ആൾക്കാരെ ഇതുപോലെ പറ്റിക്കുന്നവരുണ്ടെങ്കിലോ നമ്മൾ തീർച്ചയായിട്ടും അവരെ രംഗത്ത് കൊണ്ടുവന്നിരിക്കും. പ്രത്യേകിച്ച് യക്ഷിപ്രിയയുടെ കൂടെ നടക്കുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പ്രത്യേകം ഇടാൻ മറക്കരുത്. നമുക്ക് സപ്പോർട്ട് വേണം അൻസിബയുടെ കാര്യത്തിൽ, കാരണം അത്രയ്ക്ക് റിസ്ക് എടുക്കുന്നുണ്ട് ഈ ഒരു കേസ് കേട്ടില്ല. അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. ഈ ഒരു വോയിസ് എല്ലാവരും ഓർത്ത് വെച്ചു. നല്ലൊരു സാധനമായിട്ട് വരുന്നതായിരിക്കും. ബൈ, ലവ് യു ഓൾ.